അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു വന്നത്. ഇസ്മുദ്ദർസ്, പാഠത്തിന്റെ പേരെന്താണ്? ആലു അദ്നാൻ, അദ്നാനിന്റെ ഫാമിലി. അത് ഹികായത്തുൻ, ഒരു ചെറുകഥയാണ്. അതിൽ സമയങ്ങൾ 1 മണി മുതൽ 12 മണി വരെ നമ്മൾ പഠിച്ചു. കുടുംബാംഗങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി ഫാമിലി മെമ്പേഴ്സിന് അറബിയില് എന്താണ് പറയുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജദ്ദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദർ, വല്ലിപ്പ. ജദ്ദത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് മദർ, വല്ലിമ്മ. ഉപ്പയുടെ ഉപ്പാക്കും അതുപോലെ തന്നെ ഉമ്മയുടെ ഉപ്പാക്കും അറബിയിലെ ജദ്ദുൻ എന്നാണ് പറയുക. ജദ്ദത്ത് എന്നാണ് ഉമ്മയുടെ ഉമ്മക്കും ഉപ്പയുടെ ഉമ്മക്കും ജദ്ദത്ത് എന്നാണ് പറയുക. ഇനി ഉമ്മയുടെ സഹോദരൻ, ബ്രദറിന്, ഉമ്മയുടെ ബ്രദറിന്, സഹോദരന് അറബിയിലെ ഖാലുൻ എന്നാണ് പറയുക. ഉമ്മയുടെ സഹോദരിക്ക്, മാതൃ സഹോദരിക്ക് അറബിയിലെ ഖാലത്ത് എന്നാണ് പറയുക. ഉപ്പയുടെ സഹോദരന് അമ്മ എന്നും ഉപ്പയുടെ സഹോദരിക്ക് അമ്മത്ത് എന്നുമാണ് പറയുക. ഫാദറിന്, ഉപ്പാക്ക് അബുൻ എന്നും മദർ, ഉമ്മാക്ക് ഉമ്മുൻ എന്നുമാണ് പറയുക. സഹോദരന്, ബ്രദറിന് അഹുൻ എന്നും സഹോദരിക്ക്, സിസ്റ്ററിന് ഉഖ്തുൻ എന്നും അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുമാണ് അർത്ഥം. ഇനി പേജ് നമ്പർ 55 എന്താണെന്ന് നോക്കൂ. നഖ്റഉ, നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ജദ്ദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദർ, വല്ലിപ്പ. ഏത് വേടായാലും ഇസ്മ്, ഏതൊരു ഇസ്മിന്റെയും അവസാനത്തെ അക്ഷരത്തിന് കെസ്റ് കൊടുത്ത് യാ ചേർത്ത് കൊടുത്താൽ എന്റെ എന്നർത്ഥം കിട്ടും. ജദ്ദുൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ആണ്, മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ വല്ലിപ്പ എന്ന് പറയാൻ ജദ്ദി എന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ ജദ്ദത്തിന്റെ കൂടെ ലാസ്റ്റത്തെ തായിനെ കെസ്റ് കൊടുത്ത് യാ ചേർത്താൽ എന്റെ വല്ലിമ്മ, എന്റെ ഗ്രാൻഡ് മദർ എന്ന് കിട്ടും. ജദ്ദത്തി, ജദ്ദി, ജദ്ദത്തി. ഖാലത്തുൻ, ഖാലുൻ, അമ്മാവൻ, മാതൃ സഹോദരൻ ഖാലി, എന്റെ മൈ അങ്കിള്, എന്റെ അമ്മാവൻ. ഖാലത്തി, എന്റെ ഉമ്മയുടെ സഹോദരി. അമ്മി, എന്റെ ഉപ്പയുടെ സഹോദരൻ, എന്റെ പിതൃ സഹോദരൻ. അമ്മത്തി, എന്റെ പിതൃ സഹോദരി, എന്റെ ഉപ്പയുടെ സഹോദരി. ഉമ്മുൻ, ഉമ്മ, ഉമ്മി, എന്റെ ഉമ്മ. അബുൻ, ഉപ്പ, അബി, എന്റെ ഉപ്പ. ഉഖ്തുൻ, സിസ്റ്റർ, ഉഖ്തി, എന്റെ സിസ്റ്റർ. അഖുൻ, ബ്രദർ, അഖി, എന്റെ ബ്രദർ. അന, ഞാൻ. പേജ് നമ്പർ 56 എന്താണെന്ന് നോക്കൂ. നക്തുബു, നമുക്കെഴുതാം. അസ്മാ, ആ പേരുകളെ. അള്ളാ, ആ അംഗങ്ങളുടെ. ഉസ്റത്തിന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകള് നമുക്ക് അറബിയിൽ എഴുതാം. നോക്കൂ, ഇവിടെ നോക്കൂ, നമുക്ക് എഴുതാം. അബുൻ എന്ന് കാണുന്നുണ്ട്, ഉപ്പ, ഉപ്പയുടെ പേര് അവിടെ ചേർത്ത് കൊടുക്കുക. ജദ്ദുൻ, ഉപ്പയുടെ ഉപ്പ, ഗ്രാൻഡ് ഫാദറിന്റെ പേര്, ഉപ്പയുടെ പേര് അവിടെ ചേർത്ത് കൊടുക്കുക. ജദ്ദത്തുൻ, ഉപ്പയുടെ ഉമ്മയുടെ പേര് അവിടെ അറബിയില് എഴുതി കൊടുക്കുക. അമ്മുൻ, ഉപ്പയുടെ സഹോദരന്റെ പേര് അവിടെ ചേർത്ത് കൊടുക്കുക. അമ്മത്തുൻ, ഉപ്പയുടെ സഹോദരിയുടെ പേര് അവിടെ ചേർത്ത് കൊടുക്കണം. അഹുൻ, ബ്രദർ, നിങ്ങളുടെ ബ്രദറിന്റെ സഹോദരന്റെ പേര് അവിടെ ചേർത്ത് കൊടുക്കുക. അന എന്ന് കാണുന്ന കോളത്തില് നിങ്ങളുടെ പേരെഴുതുക. അന എന്ന് പറഞ്ഞാൽ ഞാൻ. ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ. ഉഖ്തുൻ എന്ന കോളത്തിൽ നിങ്ങളുടെ സിസ്റ്ററിന്റെ പേര് എഴുതുക.
അടുത്തത് ഉമ്മുൻ എന്ന് കാണാം. ഉമ്മയുടെ പേര് നിങ്ങൾ അവിടെ എഴുതണം. ജദ്ദുൻ എന്ന് കാണാം. ഉമ്മയുടെ ഉപ്പയുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. ജദ്ദത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ പേര് അവിടെ എഴുതുക. ഖാലുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ സഹോദരനാണ്, മാതൃ സഹോദരന്റെ പേര് അവിടെ എഴുതുക. ഖാലത്തുൻ ഉമ്മയുടെ സഹോദരിയുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഇതെല്ലാം എഴുതിയതിന് ശേഷം താഴെ ഒരു പ്രവർത്തനം കൂടി നിങ്ങൾക്ക് എഴുതാനുണ്ട്. ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളത് എഴുതാനാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്. അബി എൻ്റെ ഉപ്പ, വ ഉമ്മി എൻ്റെ ഉമ്മയും, വ ഡാഷ്. പിന്നെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് അതുപോലെ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അത് എഴുതുക. വലി എനിക്കുണ്ട്. അഹുൻ വാഹിദുൻ ഒരു സഹോദരനുണ്ട്. ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എത്ര എണ്ണമാണോ അത് അവിടെ എഴുതുക. അതുപോലെ സഹോദരികൾ എത്രമാണോ ഉള്ളത് അതവിടെ എഴുതുക. 3 സഹോദരിയാണെങ്കിൽ സലാസത്ത അഹവാത്തിൻ. ഒരു സഹോദരിയാണെങ്കിൽ ഒഹുത്തുൻ വാഹിദത്തുൻ എന്നെഴുതുക. അതുപോലെ വല്യമ്മയും വല്യപ്പയും ഉണ്ടെങ്കിൽ അതും എഴുതുക. ജദ്ദുൻ വജദ്ദത്തുൻ. അതുപോലെ ഖാല് ഉണ്ടെങ്കിൽ ഖാലിനെ അവിടെ ചേർത്ത് കൊടുക്കുക. ഖാലത്തുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അമ്മുണ്ടെങ്കിൽ അമ്മ, അമ്മത്ത് എത്ര പേരാണോ ഉള്ളത് ആ അതത് എണ്ണത്തോട് കൂടിയിട്ട് നിങ്ങൾ എഴുതണം. ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാം ആരൊക്കെയാണ് ഉള്ളത് എന്ന്. ഈ ഫാമിലി മെമ്പേഴ്സിന് അറബിയിൽ പറയുന്ന വേർഡ്സ് നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം. ഇവ നോട്ടിലും ടെസ്റ്റിലും ഫില്ല് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.